ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന അധ്യായത്തിന്റെ ആദ്യത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം നിങ്ങൾ അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചായിരുന്നു. മാധ്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതായത് ആകെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് മീൻ എന്ന് പറയുന്നത്. അതായത് ഒരു കൂട്ടം, ഒരു സെറ്റ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിംഗിൾ നമ്പറാണത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. അപ്പോൾ ഈ വർഷം നമുക്ക് ദി മന്ത്ലി ഇൻകം ഓഫ് 10 ഹൗസ് ആർ ഗിവൺ ബിലോ. 16,500, 21,700, 18,600, 21,050, 19,500, 17,000, 21,000, 18,000, 22,000 and 17,500 are the monthly income of 10 households in a locality. ഒരു പ്രദേശത്ത് താമസിക്കുന്ന 10 കുടുംബങ്ങളുടെ മന്ത്ലി ഇൻകം ആണ് കാണിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി മീൻ മന്ത്ലി ഇൻകം? കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണ്. മീൻ കാണുന്നത് എങ്ങനെയാണ്? ടോട്ടൽ സമ്മിനെ നമ്പർ, അതായത് എല്ലാം കൂടി കൂട്ടിയിട്ട് എല്ലാവർക്കും തുല്യമായിട്ട് വിരിച്ചു കൊടുക്കുന്ന അവസ്ഥ. അപ്പോൾ സം ഓഫ് ഇൻകം ഇവിടെ എന്ത് വരും? ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. 16,500ഉം 21,700ഉം 18,600 ഇങ്ങനെ എല്ലാം ഈ 10 നമ്പേഴ്സും 10 സ്കോഴ്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,92,850 എന്ന് കിട്ടും. ആഡ് ചെയ്ത് കഴിയുമ്പോൾ താഴെ എഴുതി ആഡ് ചെയ്യും. അപ്പോൾ 1,92,850 ആണ് സം ഓഫ് ഇൻകം. നമ്പർ ഓഫ് ഫാമിലീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡേഴ്സ് 10 ആണ്. അപ്പോൾ മീൻ എന്ന് പറയുന്നത് സം ഓഫ് ഇൻകം ബൈ 10. അപ്പോൾ 1,92,850 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 0 ക്യാൻസൽ ആവും. അപ്പോൾ 19,285 റുപ്പീസ് ആണ് ആ ലൊക്കാലിറ്റിയിൽ താമസിക്കുന്ന ഫാമിലീസിന്റെ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സിന്റെ ആവറേജ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ മനസ്സിൽ വരിക? അവരുടെ ആവറേജ് ഇൻകം 19,285 ആണെന്ന് പറഞ്ഞാൽ മീനിങ് ആ ലൊക്കാലിറ്റിയിൽ താമസിക്കുന്ന മിക്കവാറും പേരുടെ ഇൻകം ഇതിനോടടുത്ത്, അതായത് 19,285 അതിനോടടുത്തോ അതുമായിരിക്കും എന്നൊരു ഇമേജ് ആണ് നമുക്ക് കിട്ടുക. ഏകദേശം ശരിയാണ് താനും അല്ലേ? ഏകദേശം 19,285 അടുത്ത നമ്പേഴ്സ് ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇമേജ്, അതായത് ഈ ഫാമിലീസിന് ഇൻകത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിംഗിൾ നമ്പറാണിത്. ഇനി ഒരു ഫാമിലിയോ കൂടെ അവരുടെ കൂടെ വന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് എ ഫാമിലി ഓഫ് ഇൻകം 1,75,000 കംസ് ടു ലീവ് ദിസ് നെയ്ബർഹുഡ്. വാട്ട് ഈസ് ദി മീൻ നൗ? അപ്പോൾ ആ ഫാമിലി, ആ കൂട്ടത്തിലേക്ക് ഒരു ഫാമിലിയും കൂടി വന്നു. അവരുടെ മന്ത്ലി ഇൻകം 1,75,000 ആണ്. ഇവിടെ ഉണ്ടായിരുന്ന താമസിച്ചുകൊണ്ടിരുന്നവരുടെ മന്ത്ലി ഇൻകം ഏകദേശം 19,285 അടുത്താണ്. പക്ഷേ ഇപ്പോൾ വന്ന ആള് 1,75,000 ആയ ആളുടെ മന്ത്ലി ഇൻകം. അപ്പൊ ഇപ്പൊ വാട്ട് ഈസ് ദി, ഇപ്പൊ അവിടെ 11 ഫാമിലീസ് താമസിക്കുന്നുണ്ട്. ആ ലൊക്കാലിറ്റിയിൽ താമസിക്കുന്ന 11 ഫാമിലീസ് ഉണ്ട്. അപ്പൊ ആ 11 ഹൗസ് ഹോൾഡേഴ്സിന്റെ മീൻ മന്ത്ലി ഇൻകം എന്തായിരിക്കും നോക്കാം. ഇതായത് 11 ഫാമിലീസ്, 10 ഫാമിലീസിന്റെ സം ഓഫ് ഇൻകം ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 1,92,850. അതിന്റെ കൂടെ 1,75,000 കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഹിയർ there are 11 households now. Sum of income now is 1,92,850 plus this 1,75,000. അത് ആഡ് ചെയ്യുമ്പോൾ തൊട്ട് നോക്കിയേ 3,67,850 ആണ് ഇപ്പൊ ന്യൂ സം ഓഫ് ഇൻകം now is 3,67,850. എത്ര ഫാമിലീസിന്റെ, എത്ര ഹൗസ് ഹോൾഡ്സിന്റെ? 11 ഹൗസ് ഹോൾഡ്സിന്റെ. അപ്പോ ഇപ്പൊ മീൻ എന്തായിരിക്കും? ഈ 11 ഹൗസ് ഹോൾഡ്സിന്റെ സമ്മന് സം ഓഫ് ഇൻകത്തെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 33,440.91 കിട്ടും. അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് 33,441 എന്ന് കിട്ടും. അപ്പോൾ 33,441 ആണ് ഇപ്പോ ആ പ്രദേശത്ത് താമസിക്കുന്ന ഫാമിലീസിന്റെ മന്ത്ലി ഇൻകത്തിന്റെ ആവറേജ് മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരിക? ആ ലൊക്കാലിറ്റിയിൽ താമസിക്കുന്ന ആളുകളുടെ മന്ത്ലി ഇൻകം ഏകദേശം 33,441 അതിനോട് അടുത്തോ ആണ് എന്നാണ് നമ്മുടെ മനസ്സിൽ വരിക. അപ്പൊ നോക്കിക്കേ, ഈ 33,441 അടുത്ത് ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ. ഇതൊക്കെ ഒരുപാട് വ്യത്യാസം അല്ലേ? ഇതെല്ലാം അതിൽ നിന്ന് 10,000 രൂപ താഴെ അത്രയും അതിൽ കൂടുതൽ വ്യത്യാസം വരുന്നു. അത് 1,75,000 അതിനോട് അടുത്ത് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതൊരു ശരിയായ മീൻ ആവറേജ് അല്ല എന്ന് നമ്മൾ പറയും. കാരണം എന്താ?
ആ പ്രദേശത്ത് ആ ലൊക്കാലിറ്റിയിൽ താമസിക്കുന്ന ആളുകളുടെ ഇൻകത്തെ സൂചിപ്പിക്കാൻ 33,441 ഉപയോഗിക്കുമ്പോൾ ഒരു തെറ്റായ സന്ദേശമായിരിക്കും വരിക. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് മറ്റൊരു ആവറേജിനെ പറ്റി ചിന്തിക്കേണ്ടി വരുന്നു. അതായത് മീൻ എല്ലാ കേസിലും ആ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ അർഹരായി വരുന്നില്ല. അതാണ് അതിന്റെ മീനിങ്. അപ്പൊ 33,441 ഈ ഗ്രൂപ്പിനെ, അതായത് ഈ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറാക്കി എടുക്കുന്നത് ഒരു ശരിയല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഇവിടെ ഈ മീൻ ഇവിടെ ഒരു ശരിയായ ആവറേജ് അല്ല എന്ന് നമ്മൾ പറയും. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് നമ്മൾ മറ്റൊരു ആവറേജ്, അതാണ് മീഡിയൻ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരം, ആ മീൻ ശരിയായിട്ട് വരാത്ത അവസരത്തിൽ മീഡിയൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ആ ഇൻകത്തെ അല്ലെങ്കിൽ ആ സ്കോഴ്സിനെ ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ചെറുത് മുതൽ വലുത് വരെ ക്രമമായിട്ട് അറേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ വലുത് മുതൽ ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നടുക്ക് വരുന്നത് ആ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുക. അപ്പോൾ മിഡിൽ സ്കോർ ഇൻ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ. When the numbers are arranged in the ascending order, the income which comes in the middle, അതാണ് അതിന്റെ മീഡിയൻ എന്ന് പറയുക. അപ്പോൾ മീഡിയൻ ഈസ് ദി നമ്പർ കംസ് ഇൻ ദി മിഡിൽ വെൻ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ, ഇൻക്രീസിങ് ഓർഡർ എന്നാണ് അർത്ഥം. ഒരേ ക്രമത്തിൽ അറേഞ്ച് ചെയ്തിട്ട് വേണം. അപ്പോൾ ഇവിടെ നമുക്ക് മീഡിയൻ കണ്ടുപിടിച്ച് നോക്കാം. അസെൻഡിങ് ഓർഡറിൽ ഞാൻ തന്നിരിക്കുന്നത്, അതായത് ആദ്യത്തെ ഇതെല്ലാം 11 ഉണ്ടല്ലോ. ഇപ്പോൾ 11 അപ്പോൾ 16,500 ഏറ്റവും ചെറുത്, 17,500, 18,000, 18,600, 19,500, 21,000, 21,050, 21,700, 22,000, ലാസ്റ്റ് 1,75,000. അപ്പോൾ ആ ലൊക്കാലിറ്റിയിലുള്ള 11 ഫാമിലീസിന്റെ മന്ത്ലി ഇൻകം അത് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നടുക്ക് വരുന്ന ഏതായിരിക്കും? നടുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ 19,500 ആണ്. ഇങ്ങോട്ട് 1, 2, 3, 4, 5 ഇവിടെയുണ്ട്. 1, 2, 3, 4, 5. ഇതിന് ശേഷം 5 വരും, ഇതിന് മുമ്പ് 5 വരും. അപ്പോൾ മിഡിൽ സ്കോർ എന്ന് പറഞ്ഞാൽ 19,500 ആണ്. അപ്പോൾ ഈ 19,500 ഇതിനകത്തുള്ള മിക്കവാറും എല്ലാം എക്സെപ്റ്റ് ഇത് അല്ലെ 1,75,000 ഒഴിച്ച് ഭൂരിഭാഗം നമ്പേഴ്സും ഇതിനോട് ചേർന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ 19,500 ഉപയോഗിക്കാം. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് അതിനെ ക്രമത്തിൽ ചെറുത് മുതൽ വലുത് വരെ അറേഞ്ച് ചെയ്യുമ്പോൾ നടുക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ 19,500 ക്യാൻ ബി യൂസ്ഡ് ആസ് ദി ആവറേജ് ഓഫ് ദീസ്. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് 19,500 ആണ്. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ ഇനി ആദ്യത്തെ 10 ഫാമിലി എടുത്താലോ. വാട്ട് ഈസ് ദി മീഡിയൻ വെൻ ഫസ്റ്റ് 10 ഹൗസ് ആർ കൺസിഡേർഡ്? അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന 1,75,000 ഒഴിച്ച് ബാക്കിയുള്ള അറേഞ്ച് ചെയ്യുക. അപ്പോൾ അതെന്ത് വരും? 10 ഫാമിലീസാണ്. 10 ഫാമിലീസ് വരുമ്പോഴോ 10 പേര് വരുമ്പോൾ നടുക്ക് 2 പേര് വരും. അതായത് ഇവിടെ 11 ഫാമിലീസ് ആകുമ്പോൾ നടുക്ക് ഒരാളുണ്ട്. അതായത് ഓഡ് നമ്പർ ഓഫ് നമ്പേഴ്സ് ആണെങ്കിൽ നടുക്ക് ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ഈവൻ നമ്പർ ഓഫ് നമ്പേഴ്സ് ആകുമ്പോൾ ദർ ഷുഡ് ബി 2 നമ്പേഴ്സ് ഇൻ ദി മിഡിൽ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നടുക്ക് വരുന്നത് ഇങ്ങോട്ട് കണ്ടില്ല 1, 2, 3, 4, 1, 2, 3, 4. അപ്പോൾ ഇതിന് ശേഷം 4 ഇതിന് മുമ്പ് 4. അപ്പോൾ ഈ നടുക്ക് 2. അപ്പോൾ ഈ നടുക്ക് 2 അതായത് മിഡിൽ സ്കോഴ്സിന്റെ ആവറേജ് എടുക്കണം. അതായത് നടുക്ക് ഓർണാണല്ലോ 19,500 ഇവിടെ മീഡിയൻ കിട്ടി. ഇവിടെ മീഡിയൻ എന്ന് പറഞ്ഞാൽ 18,600 19,500 ആഡ് ചെയ്തിട്ട് ഹാഫ് എടുക്കണം. ഹാഫ് ഓഫ് 18,600 പ്ലസ് 19,500, അതായത് 19,050 എന്ന് പറഞ്ഞാൽ ഈ 2 നമ്പറിന് നടുക്കുള്ള നമ്പർ എന്നുള്ള അർത്ഥമുള്ളൂ. അപ്പോൾ 18,600ന്റെയും 19,500ന്റെയും നടുക്കുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 19,050. അപ്പോൾ 19,050 ആണ് ആദ്യത്തെ 10 ഫാമിലീസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ മീഡിയൻ. അപ്പോൾ ഈവൻ നമ്പർ ഓഫ് സ്ക്വയർസ് ആണെങ്കിൽ നടുക്ക് 2 വരും. ഓഡ് നമ്പർ ഓഫ് സ്ക്വയർസ് ആണെങ്കിൽ നടുക്ക് 1 ഉള്ളൂ. അപ്പോൾ അത് മീഡിയൻ ആയിട്ട് എടുക്കും. ഇവിടെ മീഡിയൻ എന്ന് പറഞ്ഞാൽ നടുക്ക് വരുന്ന 2 കൂടി ആവറേജ് എന്ന് പറഞ്ഞാൽ ഇത് 2 കൂട്ടിയിട്ട് പകുതിയിരിക്കണം. ക്ലിയർ ആയ പറഞ്ഞാൽ അപ്പോൾ ഈവൻ നമ്പർ ഓഫ് സ്ക്വയർസ് ആയാലും ഓഡ് നമ്പർ ഓഫ് സ്ക്വയർസ് ആയാലും നമുക്ക് എന്ത് ചെയ്യാം? മീനും മീഡിയനും ഈസി ആയിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ മീഡിയൻ ആണ് നമ്മളിവിടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. ദി ഡിസ്റ്റൻസ് കവേർഡ് ബൈ അഭിജയ് ഇൻ ലോങ് ജംപ് പ്രാക്ടീസ് ആർ 6.10 meter, 6.20 meter, 6.18 meter, 6.20 meter, 6.25 meter, 6.21 meter, 6.15 meter, 6.10 meter. Find the mean and median. ഇപ്പോൾ മീൻ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതിന് എങ്ങനെയാണ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, സം കണ്ടുപിടിക്കുക.
അപ്പോൾ സം ഓഫ് നമ്പേഴ്സ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ് ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ താഴെ എഴുതി ആഡ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് 49.39. ഇത് ഈ നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുക. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 ഉണ്ട്. അപ്പോൾ സം ഓഫ് നമ്പേഴ്സ് ബൈ 8. അപ്പോൾ 49.39 by 8 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6.17 മീറ്റർ. സോ ആ മീൻ എന്ന് പറയുന്നത് 6.17 ആണ്. ഇനി മീഡിയനോ? മീഡിയൻ എന്ന് പറയുമ്പോൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, ചെറുത് മുതൽ വരെ. 6.10 രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ 2 പ്രാവശ്യം എഴുതി. 6.15 6.18 6.20 6.20 രണ്ടെണ്ണം ഉണ്ട്, 2 പ്രാവശ്യം എഴുതി. 6.21 6.25 ഏറ്റവും വലുത് 6.25 ആണ്. അപ്പൊ ഇതിന്റെ നടുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? 8 ഉണ്ടല്ലോ. അപ്പൊ നടുക്ക് 2 വരും. അതായത് 8ന്റെ പകുതി 4ാമത്തെയും 5ാമത്തെയും. ഇവിടെ 11 ഉണ്ടായിരുന്നില്ലേ? 11 വരുമ്പോൾ 11ന്റെ കൂടെ 11ന്റെ പകുതി എടുക്കാൻ പറ്റില്ല. 11ന്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി എടുക്കുക, അതായത് 6ാമത്തെ. 11 12 പേരുണ്ട്. ഇവിടെ ഈവൻ നമ്പർ ഓഫ് സ്കോഴ്സ് ആണ്. ഈ 8ന്റെ പകുതി 4, 4ാമത്തെ 5ാമത്തെയും നടുക്ക് വരും. അപ്പൊ അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പൊ 6.1 6.20 ആണ് നടുക്ക് വരുന്നത്. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആവറേജ് ഓഫ് 6.18 ആൻഡ് 6.20. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കണക്കൂട്ടാം. 6.18 6.20 ആഡ് ചെയ്തിട്ട് ഹാഫ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നടുക്കുള്ള നമ്പർ 6.18നും 6.20നും നടുക്കുള്ള നമ്പർ. അപ്പൊ 18നും 20നും ഇടയ്ക്കുള്ള 19 ആണല്ലോ. അപ്പൊ 6.18നും 6.20ക്കും നടുക്കുള്ള 6.19. അപ്പൊ മീഡിയൻ ഓഫ് ദിസ് കോഴ്സ് ഇസ് ഈക്വൽ ടു 6.19 എന്ന് പറയും. ഇവിടെ രണ്ടും ഏകദേശം അടുത്തടുത്താ വരുന്നത്. കാരണം രണ്ടും എന്താണ്? ഹിയർ മീൻ ആൻഡ് മീഡിയൻ ആർ റീസണബിൾ എസ്റ്റിമേറ്റ് എന്ന് പറയും. രണ്ടും റീസണബിൾ ആണ്. രണ്ടും ഇവിടെ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുക. കാരണം മീഡിയനേക്കാൾ കൂടുതലുള്ളതും മീഡിയനേക്കാൾ കുറഞ്ഞതും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. അതുപോലെ മീനിനേക്കാൾ കൂടുതലുള്ളതും മീനിനേക്കാൾ കുറവുള്ളതും ഇവിടെ തുല്യം വരുന്നു. അതുകൊണ്ടാണ് രണ്ടും ഏകദേശം തുല്യം വന്നത്. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇട്ട് പോകാം. അപ്പോൾ ദി ടേബിൾ ബിലോ ഗീവ്സ് ദി റെയിൻഫാൾ ഇൻ വേരിയസ് ഡിസ്ട്രിക്ട്സ്. കാൽക്കുലേറ്റ് മീൻ ആൻഡ് മീഡിയൻ. വൈ ഈസ് ദി മീൻ ലെസ് ദാൻ മീഡിയൻ? അപ്പൊ ഇത് ഇങ്ങനെ തന്നിരിക്കുകയാണ്. അതായത് 14 ജില്ലകളുണ്ട് നമുക്ക്, അല്ലെ? ആ 14 ജില്ലകളുടെയും ഏതാണ് മഴയുടെ അളവ് മില്ലിമീറ്ററിലാണ് തന്നിരിക്കുക. 108.7 മില്ലിമീറ്റർ, 89.4 മില്ലിമീറ്റർ. ഓരോ ജില്ലയിലും കിട്ടിയ മഴയുടെ അളവ് കാണിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി കാൽക്കുലേറ്റ് മീൻ ആൻഡ് മീഡിയൻ എന്നാണ്. മീൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം, എന്നിട്ട് എണ്ണം കൊണ്ട് ഹരിക്കണം. എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ട്? 14 ജില്ലയാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 14 ചെയ്യണം. അപ്പോൾ മീൻ ഈസ് ഈക്വൽ ടു സം കണ്ടുപിടിക്കാത്ത സം ഓഫ് സ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ കിട്ടും. അതായത് 895.9 ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ അങ്ങനെ 14 നമ്പേഴ്സിന്റെ മീൻ എന്ന് പറഞ്ഞാൽ 895.9 14 കൊണ്ട്, അതായത് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 63.99 മില്ലിമീറ്റർ എന്ന് കിട്ടും. സോ മീൻ ഈസ് ഈക്വൽ ടു 63.99 മീറ്റർ. ഓക്കെ, ഇനി മീഡിയൻ കണ്ടു ചെയ്യണം. ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് ചെറുത് മുതൽ വലുത് വരെ ക്രമമായിട്ട് അറേഞ്ച് ചെയ്യും. എത്രയാണ്? 14 എണ്ണം ഉണ്ട്. 14 എണ്ണം ഉള്ളപ്പോൾ നടുക്ക് എത്ര എണ്ണം വരും? 2 എണ്ണം വരും. 14ന്റെ പകുതി 7ാമത്തെ 8ാമത്തെ. 1 2 3 4 5 6 7 8. അപ്പൊ ഇത് രണ്ടുമാണ് നടുക്ക് വരുന്നത്. അതായത് 64.4 66.4 69.1. അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെ ആവറേജ്. അപ്പൊ മീഡിയൻ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് 66.4 പ്ലസ് 69.1. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് അതിന്റെ പകുതി എടുക്കുക. അപ്പൊ 67.75 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വൈ ഈസ് ദി മീൻ ലെസ് ദാൻ മീഡിയൻ? ഇവിടെ മീൻ എന്ന് പറയുന്നത് 63.99 കിട്ടിയ, മീഡിയൻ 67.75. അതിനൊരു കാരണം എന്ന് പറയുന്നത് 67.75നേക്കാൾ കൂടുതലുള്ള ഈ 67.75 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ ഇതിനേക്കാൾ കൂടുതൽ 7 എണ്ണം ഉണ്ട്, ഇതിനേക്കാൾ കുറവ് 6 എണ്ണം ഉണ്ട്. മീഡിയൻ ആണ്. ആ മീഡിയൻ എപ്പോഴും അങ്ങനെ വരിക. മീൻ വന്നപ്പോഴോ 63.99 എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും താഴെ. അപ്പൊ ഇതിനേക്കാൾ കൂടുതലുള്ള 8 എണ്ണം വന്നു, കുറച്ചുള്ള 6 എണ്ണം വന്നു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ എന്ന് പറയുന്നത് ഒരു റീസണബിൾ എസ്റ്റിമേറ്റ് അല്ല എന്നാണ് നമ്മളിവിടെ പറയുക. മീൻ ഈസ് നോട്ട് എ റീസണബിൾ എസ്റ്റിമേറ്റ്. കാരണം മീനിനേക്കാൾ കൂടുതലുള്ള 8 എണ്ണവും മീനിനേക്കാൾ കുറവുള്ള 6 എണ്ണമായിട്ട് വന്നു. അപ്പോൾ ആ റീസണബിൾ എസ്റ്റിമേറ്റ് ആണെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള എണ്ണവും കുറഞ്ഞ എണ്ണവും തുല്യമായിട്ട് ഏകദേശം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മീൻ ഈസ് ലെസ് ദാൻ മീഡിയൻ ആയി വിടുന്നത്. ഹിയർ മീൻ ഈസ് നോട്ട് എ റീസണബിൾ എസ്റ്റിമേറ്റ്. ദാറ്റ് ഈസ് വൈ
മീൻ ഈസ് ലെസ് ദാൻ മീഡിയൻ. ഓക്കെ, അടുത്തത്. Prove that for a set of numbers in arithmetic sequence, the mean and median are equal. അപ്പോൾ കുറച്ച് നമ്പേഴ്സ് അരിത്തമാറ്റിക് സീക്വൻസിലാണ്. അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസിൽ തന്നിരിക്കുന്ന ആ നമ്പേഴ്സിന്റെ മീനും മീഡിയനും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. മീൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നത്. സം ഡിവൈഡ് ബൈ നമ്പർ ആണ്. മീഡിയനോ മിഡിൽ സ്കോർ അതിനെ അറേഞ്ച് അസെൻഡിങ്. അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് അസെൻഡിങ് ഓർഡറിലാണ് എപ്പോഴും വരിക, അല്ലെങ്കിൽ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലാണ് വരിക. അപ്പോൾ നടുക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് മീൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ലെറ്റ് x1, x2, x3, etc. xn are in arithmetic sequence ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മീൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? മീൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. സം എന്ത് വരും? arithmetic sequence സം കാണാനുള്ള ഫോർമുല n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പോൾ n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ് സം ഓഫ് നമ്പേഴ്സ്. കാരണം ഇത് arithmetic sequence ആയതുകൊണ്ട് arithmetic sequenceൽ സം കാണാനുള്ള ഫോർമുല n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ് സം ഓഫ് നമ്പേഴ്സ്. x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn എന്ന് പറയുന്നത് n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇനി മീൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സമ്മിലെ നമ്പർ ഉണ്ട്. നമ്പർ എത്രയാ? n സ്ക്വയർസ്. അപ്പോൾ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സം ഡിവൈഡ് ബൈ നമ്പർ എന്ന് പറയുമ്പോൾ എന്ത് വരും നോക്കിയേ? n/2 ഇൻറ്റു x1 പ്ലസ് xn n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ n അങ്ങ് ക്യാൻസൽ ആവും. ബാക്കി ഹാഫ് ഓഫ് x1 പ്ലസ് xn വരും. അതായത് x1ഉം അതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂട്ടിയിട്ട് പകുതി എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് ഓഫ് ദി എൻഡ് ടേംസ് ഈസ് ദി മിഡിൽ ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ ആവറേജ് ഓഫ് എൻഡ് ടേംസ് ഈസ് ദി മിഡിൽ ടേം. ഈവൻ ആണെങ്കിലോ നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ എൻഡ് ടേംസിന്റെ ആവറേജ് തന്നെയാണ് മിഡിൽ ടേംസിന്റെ ആവറേജ്. കാരണം x1 പ്ലസ് xnഉം അതിന് തൊട്ട് മുമ്പുള്ള ടേംസുകളുടെ സമ്മും അതിന് തൊട്ട് മുമ്പുള്ള ടേം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സം ഓഫ് ടേംസ് സെയിം ആയിരിക്കും. അതായത് സം ഓഫ് പൊസിഷൻസ് സെയിം ആകുമ്പോൾ സം ഓഫ് ടേംസ് സെയിം. അപ്പോൾ ഈവൻ ആയാലും ഓഡ് ആയാലും ഹാഫ് ഓഫ് x1 പ്ലസ് xn എന്ന് പറയുന്നത് എന്തായിരിക്കും? മീഡിയന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് മീഡിയൻ ആയിട്ട് വന്നു. സോ ഈക്വൽ ടു മീഡിയൻ എന്ന് കിട്ടും. കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഹാഫ് ഓഫ് x1 ഹാഫ് ഓഫ് x1 പ്ലസ് xn എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂട്ടിയിട്ട് പകുതി. ആവറേജ് ഓഫ് ദി എൻഡ് ടേംസ് ദാറ്റ് ഈസ് ദി മിഡിൽ ടേം ഓർ ആവറേജ് ഓഫ് ദി മിഡിൽ ടേംസ്. അതായത് ഈ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ മിഡിൽ ടേം മീഡിയൻ ഡയറക്റ്റ് കിട്ടും. ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ നടുക്കുള്ള രണ്ടെണ്ണത്തിന്റെ ആവറേജ് അത് തന്നെയാണ് ഹാഫ് ഓഫ് x1 പ്ലസ് xn. സോ ഹാഫ് ഓഫ് x1 പ്ലസ് xn ഈസ് ദി മിഡിൽ ടേം or average of middle terms, therefore it is the median. So mean is equal to median. ഇതാണ് ഇതിന്റെ പ്രോബ്ലം സൊല്യൂഷൻ. ക്ലിയർ ആയോ പറഞ്ഞത്? സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഹാഫ് ഓഫ് x1 പ്ലസ് xn ആണ്. അപ്പോൾ ഹാഫ് ഓഫ് x1 പ്ലസ് xn എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ആണ്, അല്ലെങ്കിൽ ആവറേജ് ഓഫ് മിഡിൽ ടേം ആണ്. അതുകൊണ്ട് അത് മീഡിയൻ ആണ്. അപ്പോൾ മീഡിയനും മീനും അരിത്തമാറ്റിക് സീക്വൻസിൽ ഈക്വൽ ആയിട്ട് വരും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.